പറയട്ടെ. താങ്കൾ തന്നെ ഇപ്പോൾ താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ അടർത്തിയെടുക്കുകയാണ്. താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് എൻ്റെ അല്ല കേട്ടോ. ഇത്രയും ഗുരുതരമായതെന്ന് താങ്കൾ 3 തവണ ഇത്രയും ഗുരുതരമാണെന്ന് അറിയാമല്ലേ ആരോപണം? എന്തേ ആ ഗുരുതരം 3 തവണയെങ്കിലും നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസിൽ കാണിക്കാത്ത ഗുരുതരമായ ആരോപണമാണെന്ന്? അതാ അങ്ങോട്ട് അങ്ങ് വെയിറ്റ് അങ്ങ് ചോദിച്ചല്ലോ. ഒരു മിനിറ്റ് കേൾക്കൂ. പോലീസിനല്ലല്ലോ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. വെയിറ്റ് ഞാൻ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ കുറിച്ചാണ്. ഇങ്ങോട്ട് മാത്രം ചോദ്യം അങ്ങനെ കാണണ്ട. ഇതൊരു നിങ്ങൾ കേൾക്ക്. ഒരു ആരോപണം ഉയരുന്നു, താങ്കൾ ഇപ്പോൾ ഉന്നയിച്ചതാണ്, താങ്കൾ ഇപ്പോൾ സമർത്ഥിക്കുകയാണ്. ഇത് അതീവ ഗുരുതരമാണത് ആണല്ലേ? ആര്യ രാജേന്ദ്രൻ ഉന്നയിച്ചത് അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ എന്തേ ഇതുവരെ പറയാത്തെ? പോലീസിന്റെ പടലേക്ക് ചാരാൻ ഇപ്പോൾ അത് ഉന്നയിക്കുന്നല്ലേ? അതെന്ത് സെലക്റ്റീവ്നെസ് ആണ്? ഒരു ജാള്യതയും തോന്നുന്നില്ലേ? ഒരു ജാള്യതയും തോന്നുന്നില്ല? ഇത് അതീവ ഗുരുതരമാണെന്ന് 3 തവണ എന്നോടിപ്പോൾ ചോദിച്ച താങ്കളും താങ്കളുടെ ചാനലും എന്തുകൊണ്ടാണ് അതീവ ഗുരുതരമാണെന്ന കാര്യം പ്രേക്ഷകരോട് പറഞ്ഞില്ല? ഒരു തവണ നിങ്ങളുടെ ബ്രേക്കിംഗ് ന്യൂസിൽ പറഞ്ഞില്ല? എന്തേ പറഞ്ഞില്ല? അതീവ ഗുരുതരമാണല്ലോ. ആദ്യം തന്നെ എൻ്റെ പ്രശ്നം അല്ല, ചോദ്യത്തിന് മറുപടി ഉദ്ദേശിക്കുന്നില്ല. ഇത് തന്നെ കാര്യം ഇല്ലാതെ നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യം എന്താ? എൻ്റെ ചോദ്യത്തിന് ആദ്യം നിങ്ങൾ തൃപ്തികരമായി ഉത്തരം പറ. അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന 3 തവണ ഇപ്പോൾ നിങ്ങൾ ആവർത്തിച്ച് എന്നോട് പറഞ്ഞ അതീവ ഗുരുതരമായ കാര്യം, ആ അതീവ ഗുരുതരമാണെന്ന വിഷയം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ വാർത്താ സമ്മേളനത്തിന് കാരണം. റിപ്പോർട്ട് ചെയ്തു അല്ലെ? അത് അതീവ ഗുരുതരമാണെന്ന് പറഞ്ഞോ? നിങ്ങൾ അതീവ ഗുരുതരമായി പറഞ്ഞെന്താ? സീബ്ര ലൈൻ ക്രോസ് ചെയ്ത് വാഹനം നിർത്തി, അതാണ് നിങ്ങളുടെ അതീവ ഗുരുതരം. അതെ, മേയർ പറഞ്ഞ പരാതി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു തർക്കമില്ല. നിങ്ങൾ റിപ്പോർട്ട് ഇല്ലാന്നൊരു കേസ് എടുക്കില്ലല്ലോ, ഇല്ലാന്നൊരു കേസ് ഞാൻ ഉന്നയിച്ചില്ലല്ലോ. എൻ്റെ ചോദ്യം, ഇതിൽ ആദ്യം ഒരു പെൺകുട്ടി വളരെ ആപൽക്കരമാം വിധം അശ്ലീല ആംഗ്യത്തിന് വിധേയമായി എന്ന് പറയുമ്പോൾ അവർ അത് പറയുന്നത് എന്താ? പ്രതിരോധത്തിലായവർ പിടിച്ചു നിൽക്കാൻ പറയുന്ന നുണയെന്നാണ് നിങ്ങളുടെ ചാനലുകൾ പ്രചരിപ്പിക്കുന്നത്. അതാണ് പ്രചരിപ്പിക്കുന്നത്. അതാണ്. അപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നു, ഒരു വനിത എന്ന നിലയിൽ പറഞ്ഞതിന് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെയും നിങ്ങളുടെയും വാദം ഒന്നാണ്, ഇത് അതീവ ഗുരുതരമായ പ്രശ്നമാണ്. പക്ഷേ ആ ബോധ്യം നിങ്ങളുടെ ചാനൽ മേധാവികൾക്കില്ല. അവിടെ പറഞ്ഞാൽ മതി. മാധ്യമങ്ങളല്ല. നിങ്ങൾ പോലീസ് എന്തുകൊണ്ട് വൈകി എന്ന് പറയുന്ന കാര്യം നമുക്ക് രണ്ടാമതെടുക്കാം. പോലീസിനാണല്ലോ ചോദിക്കേണ്ടത്. നിങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണറോ DCPയോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരോ നിങ്ങൾ മാധ്യമങ്ങളെ കാണുമ്പോൾ നിങ്ങളത് ചോദിക്കും. ഞാൻ ഉന്നയിക്കുന്ന വിഷയം എന്താ? DYFIയുടെ കൺസേൺ, ഞാൻ ഉന്നയിച്ച കൺസേൺ എന്താണ്? അത് വളരെ ക്ലിയറാണ്. ഒരു സ്ത്രീ പൊതുമധ്യത്തിൽ അശ്ലീല ആംഗ്യഭാഷയ്ക്ക് ഇരയാവും. അത് അവരതിനെ പ്രതികരിക്കുന്നു. അവർ പ്രതികരിച്ചത് മഹാസംഭവം, അധികാരത്തിൻ്റെ ധാർഷ്ട്യം, അധികാരത്തിൻ്റെ ഹുങ്ക്. താങ്കൾ തന്നെ പറഞ്ഞ അതീവ ഗുരുതരമായ പ്രശ്നം ഒരു പ്രശ്നമില്ലാതായി മാറിപ്പോകുന്നു. അതിൻ്റെ യുക്തിയാണ് എൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ അടിസ്ഥാനം. അതിന് സാധൂകരിക്കും വിധം പറഞ്ഞതിന് പ്രത്യേക നന്ദി. പോലീസ് കേസെടുത്തു. പോലീസ് വെറുതെ വിടില്ലല്ലോ. അല്ല, കേൾക്ക്, നിങ്ങൾ അതിൻ്റെ അന്വേഷണം വരുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ എന്താണെന്ന്. നിങ്ങൾ ഈ ഒരു ക്രൈമിൻ്റെ ഭാഗമായി എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ട്, ക്രൈമിനെ തുടർന്നുള്ള തെളിവ് നശിപ്പിക്കൽ, അതെല്ലാം പിന്നീടല്ലേ അറിയാൻ പറ്റുള്ളൂ. അന്വേഷണത്തിന് പിന്നീടല്ലേ അറിയാൻ പറ്റുള്ളൂ. അത് വെയിറ്റ് ആൻഡ് സീ. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? ഈ പോയിന്റ് ഓഫ് ടൈമിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഒരു സ്ത്രീ, നിങ്ങൾ മേയർ എന്ന് വിടും, ഞാൻ വീണ്ടും പറയുന്നു, മേയർ മാത്രമല്ലല്ലോ, അവിടെ വേറൊരു സ്ത്രീ കൂടി ഉണ്ടല്ലോ. വേറൊരു സ്ത്രീ കൂടി ഉണ്ടല്ലോ. ആ സ്ത്രീ അത് സംബന്ധിച്ചൊരു പരാതി ഉന്നയിക്കുന്നു. ആ പരാതി ഉന്നയിക്കപ്പെട്ടയാൾ അതിനു സമാനമായ പരാതികൾക്ക് നേരത്തെ ഭാഗമായ ആളാണ്. നിങ്ങൾ ഏത് മാധ്യമ സ്ഥാപനത്തിലെ ആളാണെന്ന് എനിക്കറിയില്ല. അവിടെ തന്നെയുള്ളൊരു മാധ്യമ പ്രവർത്തക, ഒരു സീനിയർ മാധ്യമ പ്രവർത്തക ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഒരു അവസാനത്തെ ഭാഗം പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ്. അതൊന്ന് ആവർത്തിച്ച് വായിക്കണം. അത് ഇങ്ങനെയാണ്. ഞാൻ ഇതിലെ ഇതെൻ്റെ മാത്രം അഭിപ്രായമല്ല, അത് കണ്ടോ. നാട്ടിലുള്ള ചിന്തിക്കുന്ന, രാഷ്ട്രീയ തിമിരം ബാധിക്കാത്ത എല്ലാ വനിതകൾക്കും, വനിതാ മാധ്യമ പ്രവർത്തകർക്കും ഉള്ള അഭിപ്രായം തന്നെയാണ് ഞാനിവിടെ നിന്ന് പ്രകടിപ്പിക്കുന്നത്. കണ്ടോ. ഇങ്ങനെ ഒരാൾക്ക്, ഇങ്ങനെ പൂർവ്വ പശ്ചാത്തലമുള്ള ഒരാൾക്ക് മാധ്യമങ്ങൾ കൊടുക്കുന്ന
മാധ്യമങ്ങൾ കൊടുക്കുന്ന അതീവ പ്രാധാന്യം എന്നെ അസ്വസ്ഥനാക്കുന്നു എന്നാണ്. ഏതാണ്ട് ഇതുപോലെയാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ്. നോക്കിയോ ആയി സമയം കളയുന്നില്ലെന്നോ എൻ്റെ ഉണ്ടല്ലോ. അത് പ്രതീക്ഷ നൽകുന്നൊരു ചെറിയ കണക്കാണ്. അതൊക്കെ കണ്ടു പഠിക്കുക കേട്ടോ.